ഹലോ, ഇന്ന് നമ്മൾ കുറേ ക്യാരറ്റും തക്കാളിയും അങ്ങനെ കുറേ വെജീസ് എല്ലാം കൂടെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ചീസി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചോളമുണ്ട്, അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഉടച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാതെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ. ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമ്മൾ ബാറ്റർ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ദോശ പോലെ അങ്ങനെ ചുടണ്ട, ചെറിയ ദോശ ചുടത്തില്ലേ അതേപോലെ ഒരു ചെറിയ രീതിയിലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇതാക്കണ്ട. എന്നിട്ട് നമ്മൾ ചെറിയ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് വെജീസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരറ്റ് ഇങ്ങനെ നൈസായിട്ട് സ്ലൈസ് ചെയ്തില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുക്കുംബറും നൈസായിട്ട് സ്ലൈസ് ചെയ്ത് 2 പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോളം ഉണ്ടല്ലോ, അത് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് പുഴുങ്ങിയെടുത്തത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയും ഇതുപോലെ തന്നെ നൈസായിട്ടാണ്, എല്ലാം നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ആ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോഴത്തേക്കും അതുപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതാ നമ്മൾ അത് ആ ഫില്ലിങ്സ് നടുക്കുമെന്ന് ഒന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കോരിയെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി സൂപ്പർ ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഗോതമ്പ് മാവ് വെച്ചോ അല്ലെങ്കിൽ മൈദ വെച്ചോട്ടോ ഹെൽത്തി അല്ല, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് മാവ് തന്നെ എടുത്തത്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചീസും കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നോൺ വെജ് എന്തെങ്കിലും വെക്കണമെങ്കിൽ അതൊന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നോൺ വെജ് ഒന്നും വെക്കാതെ തന്നെ വെജീസ് മാത്രം വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു അടിപൊളി വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.